ഇന്നത്തെ വീഡിയോയിൽ വി-നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. ഇതിന് മുൻപേ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ കട്ടിങ്ങും അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പേപ്പർ സ്റ്റിഫ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചതിന് ശേഷം ഒരു 3.5 ഇഞ്ച് വിഡ്ത്ത് നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് തയ്ച്ച് വരുമ്പോൾ 2.25 വരണം. തയ്ച്ച് തീർന്നു കഴിയുമ്പോൾ നമുക്ക് 2.25 വരുന്ന രീതിയിലായിരിക്കും നെക്ക് വരുന്നത്. അപ്പം 3.5 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ 7 ഇഞ്ചാണ് വരേണ്ടത്. 1 ഇഞ്ച് കൂടി നമുക്ക് കൂടുതലായിട്ട് കൊടുക്കാം. 8 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ കൂടുതൽ കൊടുത്തില്ലേ, ഈ ഭാഗത്തേക്ക് വി ആയിട്ട് വരച്ചു കൊടുക്കാം. ഇതുപോലെ പുറത്തു വശത്ത് നമുക്ക് ഇതുപോലെ ഒരു 3/4 ഇഞ്ച് വീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിനെ അയൺ ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സാധാരണ നെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇതിലേക്ക് മടക്കി തയ്ച്ച ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കറക്റ്റായിട്ട് സെൻറ്റർ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വെച്ചിട്ട് കറക്റ്റ് നടുഭാഗം നോക്കി സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് അതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ സൈഡിലൂടെ ഇങ്ങനെ ഇവിടെ വരുമ്പോൾ ഒന്ന് കുത്തി നിർത്തിയ ശേഷം തിരിച്ചിങ്ങനെ വന്നിട്ട് ഇവിടെയും കുത്തി നിർത്തിയിട്ട് നമുക്ക് ഇതുപോലെ മുകളിലേക്ക് ഇങ്ങനെ ഇവിടെ വരെ വന്നതിന് ശേഷം വീണ്ടും ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് സ്ക്വയർ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിന് മുൻപേ ഞാൻ ഇതുപോലെ തന്നെയുള്ളൊരു സെയിം ആയിട്ടുള്ള ഡിസൈനിലുള്ള നെക്ക് 2 ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഈ രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. അതിന് ഞാൻ തയ്ക്കുന്നതിന് മുൻപായിട്ട് തന്നെ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ സൈഡിൽ വെച്ച് തയ്ച്ച് കോർണർ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് മറിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ചെയ്യുന്നത് വളരെ എളുപ്പം, തുടക്കക്കാർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ കോർണർ ഭാഗം ഇതുപോലെ ഒരു ചെറിയ കട്ട് കൊടുക്കാം. സ്റ്റിച്ച് പോകാതെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. ഇനി അത് പുറത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ച ശേഷം അതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഇനി അകത്ത് വയ്ക്കാനുള്ള സ്ട്രിപ്പ് കട്ട് ചെയ്യണം. ഇതിൻ്റെ അകത്ത് നമ്മൾ കോളർ പോലെ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ, ആ സ്ട്രിപ്പിന് വേണ്ടിയിട്ട് ഇതിനേക്കാളും ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ നീളം കൂടുതലായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതാദ്യം നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്യാം. ഇത് 11 ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ മടക്കിയതിന് ശേഷം 1.5 ഇഞ്ച് സ്ട്രിപ്പുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇത് ഇതുപോലെ 1.5 ഇഞ്ച് കട്ട് ചെയ്ത ശേഷം നമുക്കിതിനെ ഒരു ലൈനിങ്ങിൻ്റെ തുണിയുടെ മുകളിൽ വെച്ചിട്ട് തേച്ചെടുക്കാം. ഇത് നിഴലടിക്കുന്ന തുണി ആയതുകൊണ്ട് നമുക്കത് ലൈനിങ്ങിൽ വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ ആ വൈറ്റ് കളറ് കാണും. എന്നിട്ട് അതിൻ്റെ സൈഡൊന്ന് ഒരു വശത്തെ മാത്രം ഒന്ന് മടക്കി തയ്ച്ച് വയ്ക്കാം. എന്നിട്ട് നല്ല തുണിയുടെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് രണ്ടായിട്ട് മടക്കാവുന്ന തുണി എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചതിന് ശേഷം ഇതുപോലെ ഒരു ബോർഡർ പോലെ തയ്ച്ചെടുക്കണം. റഫായിട്ടാണ് ആദ്യം തയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് സൈഡെല്ലാം കട്ട് ചെയ്യാം. ഇതുപോലെ മടക്കി തയ്ച്ച ശേഷം സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇനി അതിൻ്റെ വീതി കറക്റ്റായിട്ട് വരുന്നത് 3/4 ഇഞ്ചാണ്. നമ്മളുടെ കോളറിൻ്റെ വിട്ട് വരുന്നത് ഇത്രയുമാണ്. അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് കൂടുതലുള്ളത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത ശേഷം കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. 3/4 ഇഞ്ചും അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി നിർത്തിയ ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ആവശ്യത്തിനുള്ള വീതി മാത്രം നിർത്തി കട്ട് ചെയ്ത് അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ലോക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് വയ്ക്കാം. ലോക്ക് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ 2 സൈഡിലും. ലൈനിങ് ഉള്ള ഭാഗം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ, മുകളിൽ വരുന്ന രീതിയിൽ നമുക്ക് എന്നിട്ട് നെക്കിൽ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. ഞാനിവിടെ അതിൻ്റെ സൈഡൊക്കെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് 0.75 ആയിട്ട്. ഇതിൻ്റെ 2 സൈഡിൽ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലൈനിങ് ഉള്ള ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇവിടെ കറക്റ്റ് ഈ ഭാഗം വരുന്ന രീതിയിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചു കൊടുക്കാം. ഇത് തയ്ച്ച ശേഷം നമുക്ക് ഇതിൻ്റെ ഇതുപോലെ തന്നെ ലൈനിങ് ഉള്ള ഭാഗം മുകളിൽ വെച്ചിട്ട് ഇതിന് താഴെ വെച്ച് കൊടുക്കാം. അതും നമ്മളിവിടെ മാർക്ക് ചെയ്ത അതേ ലൈനിൽ കൂടി മുകളിലേക്ക് ഇതിൽ തയ്ച്ചു വന്നിട്ട് അവിടെ നീഡിലൊന്ന് സ്റ്റോപ്പ് ചെയ്ത ശേഷം അതിനെ ക്രോസ് ചെയ്ത് ഈ വശത്തുകൂടി തയ്ച്ചു പോകാം. 2 സ്ട്രിപ്പിലും 3/4 ഇഞ്ച് വീതിയിൽ ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്ത് സൈഡിൽ വെച്ച ശേഷം മുകളിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം കോർണർ എത്തുമ്പോൾ നീഡിൽ താഴേക്ക് ഇറക്കിയിട്ട് തിരിച്ച് സ്റ്റിച്ച് ചെയ്യുക. അതിന് മുൻപായിട്ട് താഴെ അതിൻ്റെ അകത്തായിട്ട് അടുത്ത സ്ട്രിപ്പ് കൂടി വെച്ചു കൊടുക്കാം. വെച്ചു കൊടുക്കുമ്പോഴും ഇതുപോലെ ശ്രദ്ധിക്കുക, ഒരേ അളവിൽ തന്നെ വരണം. നമ്മൾ ലൈൻ വരച്ചിട്ട അതേ അളവിൽ തന്നെ ഈ വശത്തെ സ്ട്രിപ്പും വെച്ചു കൊടുത്ത ശേഷം നീഡിൽ ഇതുപോലെ നിർത്തി തിരിച്ചെടുത്തിട്ട് താഴേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗമൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം. ഈ ഭാഗത്തുള്ള എക്സ്ട്രാ നിൽക്കുന്ന ഭാഗവും ആവശ്യത്തിന് മാത്രം നിർത്തിയതിന് ശേഷം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതേ ഡിസൈനിലുള്ള നെക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ ഇതിന് മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മറ്റൊരു മെത്തേഡിലാണ് അത് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തുടക്കക്കാർക്കൊക്കെ ചെയ്യാനായിട്ട്. ഇതാണെങ്കിൽ തുടക്കക്കാർക്ക് വളരെ ഈസി ആയിട്ട് ആ കോർണറൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ തയ്ച്ചെടുക്കാൻ പറ്റും. മറ്റേത് നമുക്ക് അതിൻ്റെ അകത്ത് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ കട്ട് കൊടുത്തതിന് ശേഷം തിരിച്ച് മടക്കി അടിക്കുന്നതൊക്കെയാണ്. അപ്പം അതിനേക്കാളും ഈസിയാണ് നമുക്ക് ഈ മെത്തേഡിൽ ചെയ്തെടുക്കാൻ. കാണുമ്പോൾ സെയിം ആയിട്ട് തന്നെ അതേപോലത്തെ തന്നെ ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ തന്നെ ഇത് 34 ഇഞ്ച് ചെസ്റ്റ് വരുന്ന ചുരിദാറാണിത്. അതിൻ്റെ കട്ടിങ് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം.